12/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ബാബയെ ഓർമ്മിക്കുവാനും തൻ്റെ സ്വഭാവം നന്നാക്കുവാനും പ്രയത്നിക്കൂ. ചോദ്യം: അജ്ഞാന നിദ്രയിൽ ഉറക്കുന്ന കാര്യം ഏതാണ്? അതിലൂടെ ഉണ്ടായ നഷ്ടം എന്താണ്? ഉത്തരം: കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെ നിദ്രയിൽ ഉറക്കുന്ന കാര്യമാണ്. ഇതിലൂടെ ജ്ഞാന നേത്രഹീനരായി വീട് വളരെ അകലെയാണ് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇവിടെ തന്നെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട് എന്നതാണ് ബുദ്ധിയിലുള്ളത്. അതിനാൽ പാവനമാകാൻ പ്രയത്നിക്കുന്നില്ല. കുട്ടികളായി നിങ്ങൾക്കറിയാം, ഇപ്പോൾ വീട് വളരെ സമീപത്താണ്. ഇപ്പോൾ നമുക്ക് പരിശ്രമിച്ച് കർമാതീതം ആകേണ്ടതുണ്ട്. ഓം ശാന്തി. മധുരമായ കുട്ടികൾക്ക് ഇപ്പോൾ ബാബ വീടിൻ്റെ ഓർമ്മ വരുത്തി. ഭക്തി മാർഗത്തിലും വീടിനെ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എപ്പോഴാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, അതൊന്നും അറിയുന്നില്ല. കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നത് കാരണം വീട് തന്നെ മറന്നുപോയി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇവിടെ തന്നെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട് മറന്നു പോകുന്നു. ഇപ്പോൾ ബാബ ഓർമ്മ വരുത്തുന്നു, കുട്ടികളെ, വീട് വളരെ സമീപത്താണ്. ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോകൂ. ഞാൻ കുട്ടികളായ നിങ്ങളുടെ ക്ഷണമനുസരിച്ച് വന്നിരിക്കുകയാണ്. പോകാമോ? എത്ര സഹജമായ കാര്യമാണ്. ഭക്തി മാർഗത്തിലാണെങ്കിൽ എപ്പോൾ മുക്തിധാമത്തിലേക്ക് പോകും എന്ന് അറിയാൻ പോലും കഴിയുന്നില്ല. മുക്തിയെ തന്നെയാണ് വീട് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നത് കാരണം എല്ലാം മറന്നു പോകുന്നു. ബാബയെയും വീടിനെയും മറന്നു പോകുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നതിലൂടെ വളരെയധികം വ്യത്യാസമുണ്ടാകുന്നു. അജ്ഞാന നിദ്രയിൽ ഉറങ്ങുന്നത് പോലെയാണ്. ആർക്കും മനസ്സിലാകുന്നില്ല. ഭക്തിമാർഗത്തിൽ വീട് എത്ര ദൂരെയാണ് എന്ന് പറയുന്നു. ബാബ പറയുന്നു, ആഹാ, മുക്തിധാമത്തിലാണെങ്കിൽ ഇപ്പോൾ പോകേണ്ടതുണ്ട്. നിങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭക്തി ചെയ്യുന്നൊന്നുമില്ല. ഭക്തി എപ്പോൾ മുതൽ ആരംഭിച്ചു എന്ന് നിങ്ങൾക്ക് അറിയുക പോലുമില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കണക്കെടുക്കുന്നതിൻ്റെ കാര്യമേയില്ല. ബാബയെയും വീടിനെയും മറന്നു പോകുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. എന്നാൽ ആവശ്യമില്ലാതെ ഇത്രയും ദൂരെയാക്കുന്നു. ഇപ്പോൾ ബാബു പറയുന്നു, കുട്ടികളെ, വീട് തികച്ചും സമീപത്താണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാനായി വന്നിരിക്കുന്നു. വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ പവിത്രം തീർച്ചയായും ആകേണ്ടതുണ്ട്. ഗംഗാ സ്നാനവും മറ്റും നിങ്ങൾ ചെയ്തു വന്നു. എന്നാൽ പവിത്രമായില്ല. അഥവാ പവിത്രമായിരുന്നെങ്കിൽ വീട്ടിലേക്ക് പോയേനെ. പക്ഷേ വീടിനെക്കുറിച്ചും അറിയില്ല. അപ്പോൾ പവിത്രതയെക്കുറിച്ചും അറിയില്ല. പകുതി കൽപ്പം മുതൽ ഭക്തി ചെയ്തു. അപ്പോൾ ഭക്തി ഉപേക്ഷിക്കുന്നതേയില്ല. ഇപ്പോൾ ബാബു പറയുന്നു, ഭക്തി പൂർത്തിയാകുന്നു. ഭക്തിയിലാണെങ്കിൽ അപരമപാര ദുഃഖമുണ്ട്. കുട്ടികളായി നിങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ദുഃഖം കണ്ടു എന്നൊന്നുമല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേയില്ല. സത്യമായ ദുഃഖം നിങ്ങൾ കലിയുഗത്തിൽ തന്നെയാണ് അനുഭവിച്ചത്. അതും കൂടുതൽ വികാരങ്ങളിൽ മലിനമായപ്പോൾ. മുൻപ് രജോ അവസ്ഥയിലായിരുന്നപ്പോൾ അല്പം വിവേകമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തീർത്തും അവിവേകി ആയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളോട് പറയുന്നു, സുഖധാമത്തിലേക്ക് പോകണമെങ്കിൽ പാവനമാകൂ. ജന്മജന്മാന്തരങ്ങളിലെ ഏതൊരു പാപം ശിരസിലുണ്ടോ അതിനെ ഓർമ്മയിലൂടെ ഇറക്കൂ. ഓർമ്മയിലൂടെ വളരെയധികം സന്തോഷം നിലനിൽക്കും. ഏതൊരു ബാബയാണോ നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ഒന്നിനെ ഓർമ്മിക്കണം. ബാബു പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ലക്ഷ്മി നാരായണനെ പോലെ ആകേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമതായി പവിത്രമാകൂ, സ്വഭാവവും നന്നാക്കൂ.
വികാരങ്ങളെ ഭൂതം എന്ന് പറയുന്നു. ലോഭത്തിൻ്റെയും ഭൂതം കുറവൊന്നുമല്ല. ഈ ഭൂതം വളരെ അശുദ്ധമാണ്. മനുഷ്യനെ പൂർണ്ണമായും മലിനമാക്കി മാറ്റുന്നു. ലോഭവും വളരെയധികം പാപം ചെയ്യിക്കുന്നു. 5 വികാരങ്ങൾ വളരെ കടുത്ത ഭൂതമാണ്. ഇവ എല്ലാത്തിനെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. കാമത്തെ ഉപേക്ഷിക്കുന്നത് പ്രയാസമായതുപോലെ ലോഭത്തെ ഉപേക്ഷിക്കുന്നതും പ്രയാസമാണ്. കാമത്തെ ഉപേക്ഷിക്കുന്നത് പോലെ മോഹത്തെ ഉപേക്ഷിക്കുന്നതും ഇത്രയും പ്രയാസമാകുന്നു. ഉപേക്ഷിക്കുന്നതേയില്ല. മുഴുവൻ ആയുസ്സും ബാബ മനസ്സിലാക്കിച്ചു വന്നു. എന്നിട്ടും മോഹത്തിൻ്റെ ചരടുകൾ യോജിച്ചു തന്നെയിരിക്കുന്നു. ക്രോധവും വിട്ടുമാറുന്നത് പ്രയാസമാണ്. പറയുന്നു, കുട്ടികളിൽ ക്രോധം വരുന്നു. ക്രോധം എന്ന വാക്ക് ഉപയോഗിക്കുന്നല്ലോ. ഒരു ഭൂതവും വരരുത്. അതിൻ്റെ മേൽ വിജയം നേടണം. ബാബ പറയുന്നു, എപ്പോൾ വരെ ഞാൻ ഉണ്ടായിരിക്കുന്നുവോ അതുവരെ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ബാബ എത്ര വർഷം ഉണ്ടായിരിക്കും? ബാബ ഇത്രയും വർഷമായിരുന്ന് മനസ്സിലാക്കിക്കുകയാണ്. നല്ല രീതിയിൽ സമയവും നൽകുന്നു. സൃഷ്ടിചക്രത്തെ അറിയുന്നത് വളരെ സഹജമാണ്. 7 ദിവസത്തിൽ മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ വരുന്നു. പിന്നെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകുന്നതിന് സമയമെടുക്കുന്നു. ഇത് തന്നെയാണ് പ്രയാസം. അതിനുവേണ്ടി ബാബ ടൈം നൽകുന്നു. മായയുടെ ഓപ്പോസിഷൻ വളരെയധികം ഉണ്ടാകുന്നു. പൂർണ്ണമായും മറപ്പിക്കുന്നു. ഇവിടെയിരിക്കുമ്പോൾ മുഴുവൻ സമയവും ഓർമ്മയിലിരിക്കുന്നില്ല. ധാരാളം ഭാഗത്തേക്ക് ബുദ്ധി പോകുന്നു. അതിനാൽ സമയം നൽകണം. പ്രയത്നിച്ച് കർമാതീത അവസ്ഥ നേടണം. പഠനമാണെങ്കിൽ വളരെ സഹജമാണ്. സെൻസിബിളായ കുട്ടിയാണെങ്കിൽ 7 ദിവസം കൊണ്ട് മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കും. ഈ 84ൻ്റെ ചക്രം എങ്ങനെ തിരിയുന്നു. പിന്നെ പവിത്രമാകുന്നതിലാണ് പ്രയത്നം. ഇതിന്മേൽ എത്ര കോലാഹലം ഉണ്ടാകുന്നു. റൈറ്റായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ബ്രഹ്മകുമാരിമാർ സഹോദരി സഹോദരൻ ആക്കി മാറ്റുന്നു എന്ന് നമ്മൾ അധിക്ഷേപിച്ചിരുന്നു. പക്ഷേ കാര്യം തീർച്ചയായും റൈറ്റാണ്. നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടി ആകാത്തത് വരെയും എങ്ങനെ പവിത്രമായിരിക്കാൻ സാധിക്കും? ക്രിമിനൽ ഐയിൽ നിന്നും സിവിൽ ഐ എങ്ങനെ ആകുവാൻ സാധിക്കും? ഈ യുക്തി വളരെ നല്ലതാണ്. നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. അപ്പോൾ സഹോദരി സഹോദരന്മാരായി. ഇതിൽ സിവിൽ ഐ ഉണ്ടാക്കുന്നതിൽ വളരെയധികം സഹായം ലഭിക്കുന്നു. ബ്രഹ്മാവിൻ്റെ കർത്തവ്യവും ഉണ്ടല്ലോ. ബ്രഹ്മാവിലൂടെ ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന അഥവാ മനുഷ്യനെ ദേവതയാക്കുക എന്നത്. ബാബ വരുന്നത് തന്നെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. അപ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ എത്ര പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. ബാബയുടെ പരിചയം നൽകുന്നതിന് തന്നെയാണ് സെൻറ്റേഴ്സ് തുറന്നുകൊണ്ടിരിക്കുന്നത്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടണം. ഭഗവാൻ നിരാകാരനാണ്. ശ്രീകൃഷ്ണനാണെങ്കിൽ ദേഹധാരിയാണ്. കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകും എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഭഗവാന്റെ പരിചയമില്ല. നിങ്ങൾ എത്ര മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. ദേഹധാരി പുനർജന്മത്തിൽ തീർച്ചയായും വരുന്നു. ഇപ്പോൾ അവരിൽ നിന്നും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. ആത്മാക്കൾക്ക് ഒരേ ഒരു പരംപിത പരമാത്മാവിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. മനുഷ്യർക്ക് ജീവൻ മുക്തി നൽകാൻ സാധിക്കില്ല. ഈ സമ്പത്ത് നേടുന്നതിനു വേണ്ടി കുട്ടികളായ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പിതാവിനെ നേടുന്നതിനു വേണ്ടി നിങ്ങൾ എത്ര അലഞ്ഞിരുന്നു. ആദ്യം കേവലം ഒരു ശിവന്റെ പൂജ ചെയ്തിരുന്നു. മറ്റൊരു ഭാഗത്തേക്കും പോകുമായിരുന്നില്ല. അതായിരുന്നു അവ്യഭിചാരി ഭക്തി. മറ്റുള്ളവരുടെ ക്ഷേത്രങ്ങളും മറ്റും ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അനേകം ചിത്രമുണ്ട്. ക്ഷേത്രവും മറ്റും നിർമ്മിക്കുന്നു. ഭക്തിമാർഗത്തിൽ നിങ്ങൾക്ക് എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു. നിങ്ങൾ അറിയുന്നുണ്ട്, ശാസ്ത്രങ്ങളിൽ ഗതിയുടെയും സദ്ഗതിയുടെയും മാർഗമൊന്നുമില്ല. അത് ഒരു ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഭക്തിമാർഗത്തിൽ എത്ര ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു.
വാസ്തവത്തിൽ ക്ഷേത്രം കേവലമുള്ളത് ദേവീദേവന്മാരുടേതാണ്. മറ്റൊരു മനുഷ്യന്റെയും ക്ഷേത്രം ഉണ്ടാകുന്നില്ല. കാരണം മനുഷ്യൻ പതീതമാണ്. പതീത മനുഷ്യൻ പാവന ദേവതന്മാരുടെ പൂജ ചെയ്യുന്നു. അവരും മനുഷ്യർ തന്നെ, പക്ഷെ അവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. ആരിൽ ദൈവിക ഗുണങ്ങളില്ലയോ അവർ ദേവതമാരുടെ പൂജ ചെയ്യുന്നു. നിങ്ങൾ സ്വയം തന്നെ പൂജ്യരായിരുന്നു, പിന്നെ പൂജാരിയായി. മനുഷ്യരുടെ ഭക്തി ചെയ്യുക ഈ 5 തത്വങ്ങളുടെ ഭക്തി ചെയ്യലാണ്. ശരീരം 5 തത്വങ്ങളാൽ നിർമ്മിതമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് മുക്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത്രയും ഭക്തി ചെയ്തു. ഇപ്പോൾ തൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. നിങ്ങൾ സത്യയുഗത്തിലേക്ക് പോകും. ബാബ വന്നിരിക്കുന്നത് തന്നെ പതീത ലോകത്തിൽ നിന്നും പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകുവാനാണ്. പാവന ലോകം 2 മുക്തിയും ജീവൻ മുക്തിയും. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ സംഗമയുഗത്തിൽ വരുന്നു. നിങ്ങൾ ഭക്തിമാർഗത്തിൽ എത്ര ദുഃഖം എടുക്കുന്നു. 4 ഭാഗത്തും പ്രദക്ഷിണം വച്ചു എന്ന ഗീതവുമുണ്ടല്ലോ. അകന്നിരുന്നത് ആരിൽ നിന്നാണ്? ബാബയിൽ നിന്ന്. ബാബയെ അന്വേഷിക്കുന്നതിനു വേണ്ടി ജന്മങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു. എന്നാൽ എന്നിട്ടും ബാബയിൽ നിന്നും അകന്നിരുന്നു. അതിനാൽ ഹേ പതീത പാവന വരൂ, വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ആക്കുവാൻ സാധിക്കില്ല. ഈ കളി തന്നെ 5000 വർഷത്തിൻ്റെതാണ്. ഡ്രാമയനുസരിച്ച് ഓരോരുത്തരും പുരുഷാർത്ഥം ചെയ്യുന്നു. എപ്രകാരം കഴിഞ്ഞ കൽപ്പത്തിൽ ചെയ്തുവോ അതനുസരിച്ച് തന്നെ രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്നുപോലെ പഠിക്കുകയില്ല. ഇത് പാഠശാലയാണല്ലോ, രാജയോഗത്തിൻ്റെ പഠനമാണ്. ആര് ദേവീദേവതാ ധർമ്മത്തിലേതായിരിക്കുമോ അവർ വന്നു ചേരും. മൂലവതനത്തിലും ഏതൊരു സംഖ്യയാണോ ഉള്ളത് അത് ആക്യുറേറ്റ് ആയിരിക്കും. കുറയുകയോ കൂടുകയോ ചെയ്യില്ല. നാടകത്തിൽ ആക്ടേഴ്സിൻ്റെ സംഖ്യ തീർത്തും കൃത്യമാണ്. എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എത്ര പേരുണ്ടായിരുന്നാലും അത്രയും ആക്യുറേറ്റ് ആണ്. വീണ്ടും അവർ വന്ന് പാർട്ട് അഭിനയിക്കും. പിന്നെ നിങ്ങൾ പുതിയ ലോകത്തിൽ വരുന്നു. ബാക്കി എല്ലാവരും അവിടേക്ക് പോകും. ഇപ്പോൾ ആർക്കെങ്കിലും കണക്കെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് വളരെയധികം ഗുഹ്യമായ പോയിന്റ്സ് പറഞ്ഞു തരുന്നു. തുടക്കത്തിലെയും ഇപ്പോഴത്തെയും വിശദീകരണം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. പഠനത്തിന് സമയമെടുക്കുന്നു. ഒറ്റയടിക്ക് ആരും ICS ആവുകയൊന്നുമില്ല. നമ്പർ വൈസായി പഠനം നടക്കുന്നു. ബാബ എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യരുടെ ബുദ്ധിയിൽ സഹജമായി ഇരിക്കാൻ കഴിയും വിധത്തിൽ ദിനം പ്രതിദിനം പുതിയ പുതിയ പോയിന്റ്സ് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, പതീത പാവനും പിതാവുമായ എന്നെ വിളിച്ചു. ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാവനമാകൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ സദോ പ്രധാനമായി മാറും. പിന്നെ ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വരേണ്ടി വരും. ബാബു പറയുന്നു, ആത്മാവ് പതീതമായിരിക്കുകയാണ്. അതിനാൽ പതീത പാവനായ ബാബയെ ഓർമ്മിക്കുന്നു പാവനമാകുന്നതിനു വേണ്ടി. എത്ര വണ്ടറാണ്! ഇത്രയും ചെറിയ ആത്മാവ് എത്ര പാർട്ട് അഭിനയിക്കുന്നു. ഇതിനെ പ്രകൃതിയാ ഉള്ള ശക്തി എന്ന് പറയുന്നു. അതിനെ കാണുവാൻ കഴിയില്ല. ചിലർ പറയുന്നു, നമുക്ക് പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം ഉണ്ടായെങ്കിൽ. ബാബു പറയുന്നു, ഇത്രയും ചെറിയ ബിന്ദുവിൻ്റെ എന്ത് സാക്ഷാത്കാരം നിങ്ങൾ കാണുവാനാണ്? ഞാൻ അറിയുവാൻ യോഗ്യമായ ഒന്നാണ്. ബാക്കി കാണുന്നത് പ്രയാസമാണ്. ആത്മാവിന് ഈ കർമ്മേന്ദ്രിയങ്ങളെല്ലാം ലഭിച്ചിരിക്കുന്നത് പാർട്ട് അഭിനയിക്കുവാനാണ്. എത്ര പാർട്ട് അഭിനയിക്കുന്നു! ഇത് വണ്ടറാണ്. ഒരിക്കലും ആത്മാവ് തേഞ്ഞു പോകുന്നില്ല. ഇത് അവിനാശിയായ ഡ്രാമയാണ്. ഇത് അവിനാശിയായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. എപ്പോൾ തയ്യാറാക്കപ്പെട്ടു എന്ന് ചോദിക്കാനാകില്ല. ഇതിനെ അനാദി എന്ന് പറയുന്നു. മനുഷ്യരോട് ചോദിക്കൂ, രാവണനെ എപ്പോൾ മുതലാണ് കത്തിച്ചു വന്നത്?
ശാസ്ത്രങ്ങൾ എപ്പോഴും മുതലാണ് പഠിച്ചു വന്നത്. അപ്പോൾ പറയുന്നു അനാദിയാണ്, അറിയില്ല എന്ന്. കുഴങ്ങിയിരിക്കുകയാണല്ലോ. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ തീർത്തും അവിവേകിയായിരുന്നു. പിന്നെ പരിധിയില്ലാത്ത വിവേകം വന്നു ചേർന്നു. അതാണ് പരിധിയുള്ള പഠനം. ഇതാണ് പരിധിയില്ലാത്തത്. പകുതി കൽപ്പമാണ് പകൽ, പകുതി കൽപ്പമാണ് രാത്രി. 21 ജന്മം. നിങ്ങൾ അല്പം പോലും ദുഃഖം നേടുകയില്ല. ഒരിക്കലും നിങ്ങളുടെ മുടിയിഴ പോലും കുരുങ്ങാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. ആർക്കും തന്നെ ദുഃഖം നൽകാൻ സാധിക്കില്ല. പേര് തന്നെ സുഖധാമം എന്നാണ്. ഇവിടെയാണെങ്കിൽ സുഖമേയില്ല. മുഖ്യമായ കാര്യം പവിത്രതയുടേതാണ്. നല്ല ക്യാരക്ടർ വേണമല്ലോ. കുട്ടികൾക്ക് ഓരോ കാര്യവും ക്ലിയറായി മനസ്സിലാക്കിച്ചു തരുന്നു. നഷ്ടവും നേട്ടവും ഉണ്ടാകുന്നുവല്ലോ. ഇപ്പോഴാണെങ്കിൽ ബാബ പറയുന്നു, നേട്ടത്തിൻ്റെ കാര്യമേ കഴിഞ്ഞുപോയി. ഇപ്പോൾ നഷ്ടം തന്നെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നു. വിനാശത്തിൻ്റെ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്ന് കാണുക. മഴയുണ്ടാകുന്നില്ലെങ്കിൽ ധാന്യങ്ങൾക്ക് എത്ര വിലക്കയറ്റമുണ്ടാകുന്നു. 3 വർഷത്തിനു ശേഷം വളരെയധികം ധാന്യങ്ങൾ ഉണ്ടാകും എന്ന് എത്ര തന്നെ പറഞ്ഞാലും ശരി. എന്നിട്ടും ധാന്യങ്ങൾ പുറത്തു നിന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കണം പോലും ലഭിക്കാത്ത സമയം വരും. ഇത്രയും ആപത്തുകൾ വരേണ്ടതുണ്ട്. ഇതിനെ ഈശ്വരീയ ആപത്തുകൾ എന്ന് പറയുന്നു. മഴ പെയ്തില്ലെങ്കിൽ വരൾച്ച തീർച്ചയായും ഉണ്ടാകും. എല്ലാ തത്വങ്ങളും മറ്റും മോശമാകാൻ പോകുന്നു. വളരെയധികം സ്ഥാനങ്ങളിൽ മഴ നഷ്ടമുണ്ടാക്കുന്നു. കുട്ടികളായി നിങ്ങൾക്കറിയാം, ബാബ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് ഇതാണ്. വീണ്ടും നിങ്ങളെ നരനിൽ നിന്നും നാരായണനാക്കുന്നു. ഈ പരിധിയില്ലാത്ത പാഠം പരിധിയില്ലാത്ത ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആര് ഇങ്ങനെ പഠിക്കുമോ അങ്ങനെയുള്ള പദവി നേടും. ബാബയാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. പുരുഷാർത്ഥം ചെയ്യുന്നത് കുറവാണെങ്കിൽ പദവിയും കുറഞ്ഞത് നേടും. ടീച്ചറും സ്റ്റുഡൻറ്റിനെ മനസ്സിലാക്കിക്കുമല്ലോ. മറ്റുള്ളവരെ എപ്പോഴാണോ തനിക്ക് സമ്മാനമാക്കുന്നത് അപ്പോൾ ഇവർ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നറിയാൻ കഴിയുന്നു. മുഖ്യമായത് തന്നെ ഓർമ്മയുടെ യാത്രയാണ്. ശിരസിൽ പാപങ്ങളുടെ ഭാരം വളരെയധികമുണ്ട്. എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഭസ്മമാകട്ടെ. ഇതാണ് ആത്മീയ യാത്ര. ശിവ് ബാബയെ ഓർമ്മിക്കൂ എന്ന് ചെറിയ കുട്ടികളെയും പഠിപ്പിക്കൂ. അവർക്കും അവകാശമുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം എന്നത് മനസ്സിലാക്കുകയില്ല. അങ്ങനെയല്ല, കേവലം ശിവ് ബാബയെ ഓർമ്മിക്കും. പ്രയത്നത്തിലൂടെ അവരുടെയും മംഗളം ഉണ്ടായേക്കാം. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നരനിൽ നിന്നും നാരായണ പദവി പ്രാപ്തമാക്കുന്നതിനായി പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത പാഠം പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണം. തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ലോഭത്തിൻ്റെയും മോഹത്തിൻ്റെയും ഏതെല്ലാം ചരടുകളുണ്ടോ അതിനെ നീക്കം ചെയ്യുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. ഏതെങ്കിലും ഭൂതത്തിന് ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധം തൻ്റെ സ്വഭാവത്തെ നന്നാക്കണം. വരദാനം: ഭഗവാന്റെയും ഭാഗ്യത്തിൻ്റെയും സ്മൃതിയിലൂടെ മറ്റുള്ളവരുടെയും ഭാഗ്യമുണ്ടാക്കുന്ന പ്രസന്നവും ഭാഗ്യവാനുമായി ഭവിക്കട്ടെ. അമൃതവേള മുതൽ രാത്രി വരെ തൻ്റെ ഭിന്ന ഭിന്ന ഭാഗ്യത്തെ സ്മൃതിയിൽ കൊണ്ടുവരൂ. ഈ ഗീതം പാടിക്കൊണ്ടിരിക്കൂ. ആഹാ, എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം. ആരാണോ ഭഗവാന്റെയും ഭാഗ്യത്തിൻ്റെയും സ്മൃതിയിലിരിക്കുന്നത് അവർക്ക് തന്നെയാണ് മറ്റുള്ളവരെയും ഭാഗ്യവാനാക്കാൻ സാധിക്കുന്നത്. ബ്രാഹ്മണൻ എന്നാൽ തന്നെ സദാ ഭാഗ്യവാൻ, സദാ ഭാഗ്യശാലി എന്നാണ്. ബ്രാഹ്മണ ആത്മാവിൻ്റെ സന്തോഷത്തെ കുറയ്ക്കാൻ കഴിയും വിധത്തിലുള്ള
ധൈര്യം ആർക്കുമില്ല. ഓരോരുത്തരും പ്രസന്നവും ഭാഗ്യവാനുമാണ്. ബ്രാഹ്മണ ജീവിതത്തിൽ സന്തോഷം പോവുക എന്നത് അസംഭവ്യമാണ്. ശരീരം പോയാലും സന്തോഷം പോവുക സാധ്യമല്ല. സ്ലോഗൻ: മായയുടെ ഊഞ്ഞാൽ ഉപേക്ഷിച്ച് അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാലിൽ സദാ ആടിക്കൊണ്ടിരിക്കൂ. ഓം ശാന്തി. യോഗത്തിന്റെ അഭ്യാസം. ആത്മീയ സ്വരൂപം സ്മൃതിയിൽ കൊണ്ടുവന്ന് ഞാൻ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ ദിവ്യപ്രകാശം നാനാഭാഗത്തും ആത്മനക്ഷത്രത്തിൽ നിന്നും പ്രസരിക്കുന്നു. എൻ്റെ അനാദി സ്വരൂപത്തെ എമേർജ് ചെയ്ത് ഒരു സെക്കൻഡിൽ ഞാൻ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മലോകത്തിൽ പ്രഭുവിൻ്റെ ശ്രേഷ്ഠ സംഘത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതൽ സ്വച്ഛവും സന്തുഷ്ടവുമാകുന്നു. പവിത്ര സാഗരവും വരദാതാവുമായ ശിവപരമാത്മാവിൻ്റെ പവിത്ര കിരണങ്ങളുടെ പ്രഭാവത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ പവിത്രതയുടെ ബലം വർദ്ധിക്കുന്നു. സൈലൻസിൻ്റെ മധുരതയും അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവവും പ്രഭുവിൻ്റെ പവിത്ര കിരണങ്ങളിലൂടെ എനിക്കുണ്ടാകുന്നു. പരമാത്മാ പവിത്രതയാകുന്ന മഹാശക്തി എന്നിൽ നിറയുമ്പോൾ ഈ ദിവ്യശക്തിയുടെ മഹാദാനിയായി ഞാൻ മാറുന്നു.
പ്രകൃതിയെ അധീനമാക്കുന്ന, പ്രകൃതിയുടെ ചഞ്ചലതകളെ സമാപ്തമാക്കുന്ന, മനുഷ്യാത്മാക്കൾക്ക് സുഖവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന പവിത്രതയാകുന്ന ഈ മഹാശക്തിയെ വിശ്വമംഗളാർത്ഥം ഞാൻ ദാനം ചെയ്യുന്നു. പരമാത്മാ പവിത്രതയുടെ ദിവ്യ പ്രകാശരശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ച് പ്രകൃതിയിൽ സദോപ്രധാന ശക്തി നിറയ്ക്കട്ടെ. ആത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി പ്രദാനം ചെയ്യട്ടെ.